നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട താരമായിരുന്ന സലിം കുമാറിന്റെ മരണം സംഭവിച്ച ദിവസം അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ചന്തുവിന് ഓൺലൈൻ മാധ്യമങ്ങളോട് പരുഷമായ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പാപ്പരാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് MLA ഫാത്തിമ തെഹ്ലിയ. തന്റെ സ്വകാര്യത ലംഘിക്കുന്ന വീഡിയോ പകർത്തി പ്രചരിപ്പിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് പേരാമ്പ്ര MLA. വ്യക്തിപരമായ സംഭാഷണങ്ങളും ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും പ്രചരിപ്പിക്കുന്നത് ഗുരുതര സ്വകാര്യതാ ലംഘനമാണെന്നും ഇത് തുടർന്നാൽ നിയമ നടപടിയിലേക്ക് പോകും എന്നുമാണ് MLA സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. പൊതുവിടങ്ങളിലും വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് ഫാത്തിമ തെഹ്ലിയ പറയുകയാണ്. ഈ സ്വകാര്യതാ ലംഘനം അംഗീകരിക്കാനാകില്ല എന്നവർ വ്യക്തമാക്കുന്നു. ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ സാധാരണ മറ്റുള്ള മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദിവസേന നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാത്തിമ തെഹ്ലിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അത്തരം പരിപാടികളിൽ സംഘാടകർ ഔദ്യോഗികമായി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാനായി ആളുകളെ ചുമതലപ്പെടുത്താറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ മാത്രം അടിസ്ഥാനമാക്കി യാതൊരു തിരിച്ചറിയൽ അടയാളങ്ങളുമില്ലാതെ മീഡിയ എന്ന പേരിൽ ചിലർ പരിപാടികളിൽ ഇടപെടുകയും ചിത്രീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആരാണ് സംഘാടകർ നിയോഗിച്ചവർ, ആരാണ് അനധികൃതമായി ഇടപെടുന്നവർ എന്നത് പലപ്പോഴും തിരിച്ചറിയാനാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ സംഭാഷണങ്ങളും സ്വാഭാവിക ഇടപെടലുകളും സ്വകാര്യ നിമിഷങ്ങളും വളച്ചൊടിച്ച ദൃശ്യങ്ങളാക്കി പകർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണ് എന്നതാണ് ഫാത്തിമ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ ജീവിതത്തിലെ ലളിതമായ നിമിഷങ്ങളെ പോലും വിചിത്രവും ഉദ്ദേശബോധവുമുള്ളതുമായ ക്യാപ്ഷനുകൾ നൽകി പ്രചരിപ്പിക്കുകയും അനാവശ്യ പ്രതികരണങ്ങളും നെഗറ്റിവിറ്റിയും സൃഷ്ടിക്കുകയും അതുവഴി ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണത അതീവ അപലപനീയമാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള നിരവധി വീഡിയോകൾ വരാറുണ്ട്, കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ക്യാപ്ഷനുകൾ അവരുടെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതാകും. അപ്പോൾ അതിന് യാതൊരു ഔചിത്യവുമില്ലാതെ കടന്നു കയറിയുള്ള പ്രവർത്തനങ്ങളാണ് പലയിടങ്ങളിലും നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് സിനിമാ താരങ്ങളാണ്. അവർ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും അവരുടെ പിന്നാലെ നടക്കുന്ന ഇത്തരം ക്യാമറ കൂട്ടങ്ങളെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പോൾ ഒരു MLAക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ തുടർന്ന് പറയേണ്ടി വരികയാണ്. ഇതൊരു PR പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പൊതുവിടങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വകാര്യതയുണ്ട്. അത് മാനിക്കപ്പെടുകയും സംരക്ഷിക്കുകയും വേണം. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഒരു മൊബൈൽ ഫോണുമായി എത്തിയ ഒരാളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് അതിക്രമിച്ചു കിടക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മാത്രമല്ല, എന്നോടൊപ്പമുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള അതിക്രമം കൂടിയാണ്. മനുഷ്യൻ്റെ സ്വകാര്യത ലംഘിക്കുകയും ഉദ്ദേശപൂർവ്വം അപമാനിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. ഇത്തരത്തിൽ പാപ്പരാസി രീതികൾ തുടർന്നാൽ ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്നതാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു MLAക്ക് പോലും ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ രീതിയിലുള്ള മാധ്യമ എന്ന പേരിൽ നടക്കുന്ന കൂട്ടങ്ങൾ. വലിയ അപവാദം തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നത്. നമ്മൾ പല ഘട്ടങ്ങളിലായി കാണുന്നു. മരണ വീടുകളിൽ പോലും ഔചിത്യമില്ലാതെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സലിം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു MLAക്ക് അത് തുറന്നു പറയേണ്ടി വരികയാണ്. എല്ലാവരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള പ്രിവിലേജ് ഉണ്ട് എന്ന് കരുതുന്ന ഈ കൂട്ടർ വലിയ ഭീഷണിയായി തന്നെ മാറുന്നു. നിയമ നടപടികൾ എടുക്കും എന്നത് MLAയുടെ മുന്നറിയിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ പല താരങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ഇത്തരം പ്രസ്താവനകൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അത്തരം ശ്രദ്ധ പുലർത്തും എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള പോലീസും നൽകിയിരുന്നതാണ്. എന്തായാലും ഇതൊരു മുന്നറിയിപ്പായി തന്നെ എടുക്കട്ടെ. സ്വയം നന്നാവാനുള്ള ലക്ഷണം അവർ കാണിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 സമയമാണ്. അപ്പോൾ വൈകുന്നേരം കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.